ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ചില ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്ന് 1 കിലോ ചിക്കൻ വിനാഗിരി ഉപ്പ് ചേർത്ത് നല്ല പോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് 7 സവാളയും 10 ചെറിയ ഉള്ളിയും പിന്നെ 4 തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണിത്. നമുക്ക് കുറച്ച് തൈര് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ. ഇനി ചിക്കനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി കൂടുതലിട്ടാൽ നമ്മുടെ റെസിപ്പിയുടെ കളറൊക്കെ മാറിപ്പോകും, അതുകൊണ്ട് കുറച്ച് മാത്രം ഇടുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഉപ്പും തൈരൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 4 സവാളയും ചെറിയുള്ളിയാണ് വേണ്ടത്. ഈ ചെറിയുള്ളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു സവാള കൂടി എടുത്താൽ മതി. ചെറിയുള്ളി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ 3 സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്കത് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനുള്ള സവാളയാണ്, അപ്പോൾ അത് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഇതാ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സവാളയും ചെറിയുള്ളിയും കൂടി ഇതേപോലെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. നമ്മുടെ സവാളയും ചെറിയുള്ളിയും കൂടി അരിഞ്ഞു വെച്ചതാണ് ഇത്. തക്കാളിയാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്, അതുകൊണ്ട് നല്ല പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 6 എണ്ണമെങ്കിലും എടുക്കണം. ഇനി നമുക്ക് ഇതും നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും. നമുക്കതൊരു വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം. ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്താലാണ് നമുക്ക് അത് നല്ല ചൂടാറി വരുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് നല്ല നൈസായിട്ട് വന്നോളും. അങ്ങനെ അതെല്ലാം വിടർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാലും അത് കരിയാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സവാളയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ പാത്രത്തിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഈ സവാള വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നല്ല സാദാ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചിക്കൻ ചുക്ക അധികം സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയൊന്നുമല്ല. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. ഇനി നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മുഴുവൻ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതാ നോക്കൂ, ഇപ്പം നല്ല പോലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന സവാളയിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മസാലയൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് ആവത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതാ നമ്മുടെ ചിക്കനിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ വേവുന്നത് വരെ അടച്ച് വെച്ച് 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്കൊന്ന് നല്ല കുത്തി ഇളക്കരുത്. നമുക്കൊന്നിങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, എരിവില്ല തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇടാവുന്നതാണ്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മാത്രം പെരിഞ്ജീരകപ്പൊടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ലായിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. മുഴുവൻ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ആരും മല്ലിയില ഇടാറില്ല. കറിവേപ്പില ഇടുമ്പോഴാണ് ഇതിനൊരു ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇപ്പോൾ ചിക്കൻ ചുക്ക മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ കുക്കായി നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊതിയൂറും ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.